വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 5 മുട്ടയാണ് കേട്ടോ. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ചേർത്തോട്ടാ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ വേണം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് മസാല തേച്ചൊന്ന് പൊരിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് കൊടുക്കുക. ഈ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയുള്ളൂ. മസാല റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഇഡ്ഡലിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ തട്ട് വെച്ച് കൊടുക്കുക. ഞാനിത് ഇഡ്ഡലി തട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ടുണ്ടാക്കുക കേട്ടോ. ഒരല്പം ഓയിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ നെയ്യ് തടയി കൊടുക്കുക. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റിന് ശേഷം നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. പിന്നെ 1 മിനിറ്റ് ഒന്ന് ആ മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ആയിട്ടുണ്ടാവും കേട്ടോ. ഇതേ പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഒന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ ഇതിൽ നിന്ന് വിടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.